നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കാലാവധി പൂർത്തിയാക്കും മുമ്പേ മനോഹർ ലാൽ ഖട്ടറിന് രണ്ടാം ഊഴത്തിൽ രാജിവെക്കേണ്ടി വന്ന സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാനയിൽ JJPയുമായിട്ടുള്ള BJPയുടെ സഖ്യം അവസാനിച്ച ദിവസം തന്നെ BJP കൃത്യമായി മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തെ ഇനി തടുക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കോൺഗ്രസിൻ്റെ നായകൻ എന്നത് ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ്. ഹൂഡയെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നതിൽ ഉപരി ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു നല്ല പ്രതിച്ഛായ ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ൽ 10 നേടിയെടുത്തത് BJP ആണെങ്കിൽ അതിനുശേഷം, അതായത് മാസങ്ങൾ കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിച്ചില്ല. കോൺഗ്രസ്സിന് 90 അംഗ നിയമസഭയിൽ 30-ൽ കൂടുതൽ സീറ്റ് നേടി കരുത്തുറ്റ പ്രതിപക്ഷമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അവരെ ആവേശം ജനിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. പ്രമുഖരായ പല നേതാക്കളും കൃത്യമായി മാറ്റുരയ്ക്കുന്ന, രൺദീപ് സുർജേവാല അടക്കമുള്ള നേതാക്കൾ മാറ്റുരയ്ക്കുന്ന ഹരിയാന എന്ന തട്ടകത്തിൽ തീർച്ചയായും അവിടെ കോൺഗ്രസിന് ഇത്തവണ ഭരണം കിട്ടും എന്ന പൂർണ്ണമായ പ്രതീക്ഷയാണുള്ളത്. 60 സീറ്റിൽ കൂടുതൽ കോൺഗ്രസ് 90 നിയമസഭാ സീറ്റുകൾ ഉള്ളിടത്ത് ജയിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. അതുമാത്രമല്ല, മനോഹർ ലാൽ ഖട്ടറിന് ഇനി ഒരിക്കൽ കൂടി തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് BJPക്ക് ഉള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങൾ അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. മനോഹർ ലാൽ ഖട്ടറിനെ മാറ്റാൻ വേണ്ടി BJPക്ക് അകത്ത് വലിയ രീതിയിലുള്ള വടംവലി വരെ നടക്കുന്നുണ്ട്. മോദിയുടെ വിശ്വസ്തനാണ് മനോഹർ ലാൽ ഖട്ടർ. ആ ഒരു ഇമേജ് കൊണ്ടാണ് ഇത്രയും നാളും അദ്ദേഹം പിടിച്ചു നിന്നത്. എന്നാൽ ഇനി ഹരിയാനയിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. മാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 10-ൽ 5 സീറ്റുകളെങ്കിലും കുറഞ്ഞ പക്ഷം അവർക്ക് നഷ്ടമാകും എന്ന് അവരുടെ ആഭ്യന്തര സർവേയിൽ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുമായി ടൈഅപ്പ് കോൺഗ്രസ് ഉണ്ടാക്കിക്കൊണ്ട് കുരുക്ഷേത്ര മണ്ഡലം ആം ആദ്മി പാർട്ടിക്ക് നൽകിയാണ് കോൺഗ്രസ് അവിടെ സഖ്യത്തിൻ്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തവണ ദുഷ്യന്ത് ചൗട്ടാല ഒരു കാരണവശാലും വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞതു മുതൽ BJPക്ക് വലിയ രീതിയിലുള്ള പ്രഹരം തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച് ദുഷ്യന്ത് ചൗട്ടാല 10 MLAമാരെയാണ് നേടിയെടുത്തത്. ദുഷ്യന്ത് ചൗട്ടാല അടക്കമുള്ളവർ 10 പേർ പിന്തുണച്ചതുകൊണ്ടായിരുന്നു കഴിഞ്ഞ തവണ BJPക്ക് സുഗമമായി ഭരിക്കാൻ കഴിഞ്ഞത്. ദുഷ്യന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് പ്രധാന വകുപ്പുകൾ കൂടി JJPക്ക് നൽകിയപ്പോഴാണ് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഉണ്ട് എന്നുള്ള ശക്തമായ ഒരു സിഗ്നൽ നൽകിയത്. എന്നാൽ ഇക്കുറി ദുഷ്യന്ത് ചൗട്ടാല പറയുന്നത് ഒരു കാരണവശാലും എന്തൊക്കെ സാഹചര്യം വന്നാലും BJPയെ പിന്തുണയ്ക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയുമായിട്ടുള്ള ബാന്ധവം എല്ലാ തരത്തിലും അവസാനിപ്പിച്ചത്.